വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. റീറ്റെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള, അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള പുതിയ ഒരു ഏരിയയിലേക്ക് ഇന്ന് നമ്മൾ യാത്ര നടത്താൻ പോവുകയാണ്. ഒരു റീറ്റെയിൽ ഷോപ്പിൽ എന്തുമാത്രം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടായിട്ടും പ്രൈസ് മാക്സിമം കുറച്ച് കൊടുക്കാൻ തയ്യാറായാലും ഒരു സാധനം കൂടി വേണം അഡീഷണലായിട്ട്. പായസം ഉണ്ടാക്കുമ്പോൾ ശർക്കര ഇല്ലാതെ ഉണ്ടാക്കി എങ്ങനെ പറ്റും? അതാണ് കസ്റ്റമർ റിലേഷൻ. കസ്റ്റമർ റിലേഷൻ്റെ പുതിയ ഒരു ഏരിയയിലേക്ക് നമുക്കിന്ന് കയറാം. എങ്ങനെ കസ്റ്റമർ റിലേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിന് ഒരു 5 കിലോമീറ്റർ മാറിയോ 6 കിലോമീറ്റർ മാറിയോ വേറെ ഒരു റീറ്റെയിൽ ഷോപ്പ് ഉണ്ടായിരിക്കാം, ശരിയല്ലേ? ഉണ്ടാകാൻ പാടില്ലേ? അവിടുന്ന് ആ കസ്റ്റമർ നിങ്ങൾ വിൽക്കുന്ന സെയിം പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ വേറെ ബ്രാൻഡ് ചിലപ്പോൾ റേറ്റ് കുറച്ച് അവിടെ ഉണ്ടായിരിക്കാം. അയാൾക്ക് അവിടെ നിന്ന് പർച്ചേസ് നടത്തിയാൽ പോരെ? നിങ്ങളുടെ അടുത്തേക്ക് തന്നെ യാത്ര ചെയ്ത് വന്നെന്ന് എന്താണ് നിർബന്ധം? ഇവിടെയാണ് കസ്റ്റമർ റിലേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. പല ഡീലേഴ്സും ഫോളോ ചെയ്യാതിരിക്കുന്ന ഒരു സിസ്റ്റമാണ് വളരെ അടുത്തുള്ള ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തുനിന്ന് പർച്ചേസ് നടത്താതിരിക്കുക, അടുത്തുള്ള കമ്പനിയുടെ അടുത്തുനിന്ന് പർച്ചേസ് നടത്താതിരിക്കുക. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ദൂരെയുള്ള ഒരു കമ്പനിയേക്കാൾ കുറച്ചുകൂടി ഒരു പ്രോഡക്റ്റ് സഡനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോക്ക് തീർന്നു പോവുകയാണ്, ആ ഡിസ്ട്രിബ്യൂട്ടറോട് പറഞ്ഞാൽ അദ്ദേഹം അത് കൊണ്ടുതരും. നല്ല മാർജിനിൽ തന്നെ കൊണ്ടുതരും, ഡീൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കമ്പനി അതിനേക്കാൾ കൂടുതൽ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തൊട്ടടുത്തുള്ള കമ്പനിയാണെങ്കിൽ അവരോട് വിളിച്ചു പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർ ഐറ്റം എത്തിച്ചു തരും, പ്രോഡക്റ്റ് എത്തിച്ചു തരും. ആ രീതിയിൽ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഒരു കോൺട്രാക്ടറോ ഒരു ഇലക്ട്രീഷ്യനോ അതുമായി ബന്ധപ്പെട്ട ഹോം അപ്ലയൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കസ്റ്റമർ സഡനായിട്ട് പ്രോഡക്റ്റ് വേണം എന്ന് പറയുമ്പോൾ ആ കമ്പനിയെ കാത്തിരുന്ന്, ദൂരെയുള്ള കമ്പനിയെ കാത്തിരുന്ന് ആ പ്രോഡക്റ്റ് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം അടുത്തുള്ള കമ്പനിയിൽ നിന്നും അടുത്തുള്ള ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും ആ പ്രോഡക്റ്റ് എടുത്ത് കൊടുക്കാൻ നോക്കണം. അങ്ങനെ വരുമ്പോൾ അതിനൊരു ഈഗോ പ്രോബ്ലം ഒന്നും വിചാരിക്കരുത് ദയവായിട്ട്. കാരണം നമുക്ക് എന്താണ് വേണ്ടത്? പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് ലാഭം വേണം. പിന്നെ എന്താണ് വേണ്ടത്? ഒരു കസ്റ്റമറിന് നല്ല സർവീസ് കൊടുക്കാൻ പറ്റണം. അങ്ങനെ സർവീസ് കൊടുക്കുമ്പോഴാണ് വീണ്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആ കസ്റ്റമർ നമ്മളെ തേടി വരുന്നത് എന്നുള്ള സത്യം, ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. അതുപോലെ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫുൾ ഐറ്റം നമ്മൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കണം. അതിൻ്റെ എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമർ ചോദിക്കുന്ന ഐറ്റത്തിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏതൊക്കെ ഐറ്റത്തിന് എൻക്വയറി കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കി ആ രീതിയിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിരിക്കണം. ചെയ്യുന്ന ഐറ്റം ഫുള്ളായിട്ട് ഡീൽ ചെയ്യണം. ഇൻ കേസ് 1-2 ഐറ്റം ഇല്ലെങ്കിൽ ആ ഐറ്റം നിങ്ങൾ അടുത്ത ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്ത് ആ കസ്റ്റമറെ വളരെ സാറ്റിസ്ഫൈയോടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കണം. റെസ്പോൺസ് ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ വളരാൻ തുടങ്ങുന്നത്. ഒരു റീറ്റെയിലറെ സംബന്ധിച്ച് അത് വളരെ റിയാലിറ്റിയാണ്, പരമാർത്ഥമാണ്. ഒരു കോൺട്രാക്ടർ ആയിക്കോട്ടെ, ആ കോൺട്രാക്ടറുടെ ഒപ്പം വരുന്ന ഈ പറയുന്ന കൺസ്യൂമറായ ആ വീടിൻ്റെ ഓണർ ആയിക്കോട്ടെ, വേറെ ഒരു തേർഡ് പാർട്ടി ആരും ആയിക്കോട്ടെ, നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരാൾ ആരും ആയിക്കോട്ടെ, സാർ ഇവരെ നോക്കണ്ട. എന്ത് പ്രോബ്ലം വന്നാലും ഇങ്ങോട്ട് ധൈര്യപൂർവ്വം നടന്നു വന്നോളൂ, ഞാനിതിന് പൂർണ്ണ ഉത്തരവാദിത്തമാണ്, ഇത്ര വർഷം ഗ്യാരണ്ടി ഞാൻ തന്നോളാം, ഇവരോട് സാറ് ചോദിക്കണ്ട, ഇതിൻ്റെ ഗ്യാരണ്ടി ഈ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന ഞാനാണ്, ഞാനിതിന് ഈ പ്രോഡക്റ്റിന് സാർ എൻ്റെ ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറാണ് എൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനത്തിന് ഫുൾ ഗ്യാരണ്ടി വേറെ ആരോടും ചോദിക്കേണ്ട, ഞാൻ തന്നോളാം ഗ്യാരണ്ടി. ആ ഒരു ഉറപ്പ്, ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉറപ്പ് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കണം. സാറ് ധൈര്യപൂർവ്വം പർച്ചേസ് ചെയ്യൂ, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും സാറ് ഈ പ്രോഡക്റ്റിന് ഒരു പ്രോബ്ലം വന്നാൽ ഇങ്ങോട്ട് വന്നോളൂ, അവരെ വിളിക്കേണ്ട, എന്നെ വിളിച്ചോളൂ, ഞാൻ മാറ്റിത്തരാം. അങ്ങനെയുള്ള ഉറപ്പ് ഒരു ഡീലറിൽ നിന്ന് കിട്ടുമ്പോൾ ആരാണ് പർച്ചേസ് ചെയ്യാതിരിക്കുക? നമ്മളെ ചേർത്ത് നിർത്തി എന്ത് പ്രോബ്ലം വന്നാലും ഞാനുണ്ട് എന്ന് പറയുമ്പോൾ ഏത് കസ്റ്റമറാണ് നമ്മളെ വിട്ട് പോകാൻ തയ്യാറാവുക? ആരും പോവില്ല കേട്ടോ. ആ രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളിലൂടെ ആ കസ്റ്റമർ റിലേഷൻ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റണം, ആ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ പറ്റണം. അങ്ങനെ റാപ്പോ ബിൽഡപ്പ് ചെയ്താൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കും.
എല്ലാ കസ്റ്റമറും വളരെ പാവങ്ങളാണ്. പക്ഷേ അവർക്ക് നല്ല സർവീസ് കിട്ടണം. അവരെ ഉപദ്രവിക്കാതെ അവരുടെ പ്രശ്നം വരുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ ഡെഫിനറ്റായിട്ടും അവർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കും. നമ്മുടെ അടുത്തേക്ക് ഒരു ചെറിയ ഐറ്റം വാങ്ങിക്കണമെങ്കിൽ, ഒരു ചെറിയ പ്രോഡക്റ്റ് 5 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിലും അവിടെ വണ്ടി നിർത്തി നമ്മുടെ അടുത്തുനിന്ന് മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വന്നിരിക്കും. അതാണ് കസ്റ്റമർ. ഒരു റീറ്റെയിലർ അദ്ദേഹം ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് എണ്ണമില്ലല്ലോ. എല്ലാ പ്രോഡക്റ്റുകളെക്കുറിച്ചും ആ കമ്പനി അതോറിറ്റിയോടോ ആ ഡിസ്ട്രിബ്യൂട്ടറോടോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ടൊരു നോളജ് ഒരു ഡീലർക്ക് ഉണ്ടായിരിക്കണം. എല്ലാ പ്രോഡക്റ്റുകളെക്കുറിച്ചും നോളജുള്ള ആളാണെങ്കിൽ കൃത്യമായിട്ട് അത് കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ശരിയല്ലേ? എന്തുമാത്രം പ്രോഡക്റ്റ് അദ്ദേഹം ഡീൽ ചെയ്യുന്നു. ഒരു റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മാത്രമല്ല, ഈ ലോകത്തെക്കുറിച്ച് എന്ത് കാര്യം ചോദിച്ചാലും അയാൾക്ക് സംസാരിക്കാൻ പറ്റും. കാരണം അതിന് മാത്രം അനവധി ആളുകളായിട്ടാണ് അദ്ദേഹം ഒരു ദിവസം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റുകളെക്കുറിച്ച് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ നോളജ് കൊടുക്കാൻ പറ്റണം. എങ്ങനെ ആ കൂടുതൽ നോളജിലേക്ക് എത്താൻ പറ്റും? ആ കമ്പനി അതോറിറ്റി വന്നാലും ആ ഡിസ്ട്രിബ്യൂട്ടർ വന്നാലും അതിനെക്കുറിച്ച് ചോദിച്ചിരിക്കണം. പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ അഡീഷണൽ ക്വാളിറ്റികൾ എന്താണ്, ഇതിനെക്കുറിച്ചിട്ട് എപ്പോഴും അറിയാനുള്ള ഒരു ആഗ്രഹം ഒരു റീറ്റെയിലർക്ക് ഉള്ളത് നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കസ്റ്റമറിന് ഒരു ഉറപ്പുണ്ട്, ഇദ്ദേഹത്തിന് ഈ ഡീലർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ട്, നല്ല അറിവുള്ള വ്യക്തിയാണ്, വിൽക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് നല്ല അറിവുള്ള വ്യക്തിയാണ്. ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ഒരു കാര്യം, ഒരു പ്രോബ്ലം വരുമ്പോൾ അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ആളാണ് ഈ എൻ്റെ റീറ്റെയിലർ എന്നൊരു ബോധം വന്ന അവിടെ നിന്ന് തന്നെ പർച്ചേസ് നടത്തുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഒരു നോളജ്, പ്രോഡക്റ്റ് നോളജുകൾ, അതിൻ്റെ ഗ്യാരണ്ടി പോളിസി എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള അവയർനെസ് ഒരു റീറ്റെയിലർക്ക് ഉണ്ടാകുന്നത് അയാളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഉറപ്പായിട്ടും ഡെഫിനറ്റായിട്ടും സഹായിക്കും. റീറ്റെയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വെറൈറ്റി പ്രോഡക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റണം. വളരെ വ്യത്യസ്തമായ പ്രോഡക്റ്റ് ആയിരിക്കണം. ഈ 2 കിലോമീറ്റർ മാറി നിൽക്കുന്ന റീറ്റെയിലർക്ക് ആ പ്രോഡക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റാത്തതായിരിക്കണം. ആ രീതിയിൽ ഒരു അന്വേഷണാത്മകമായൊരു മനസ്സിന് ഉടമയായിരിക്കണം. എന്തൊക്കെ പ്രോഡക്റ്റ് ഞാൻ ഡീൽ ചെയ്യുന്നു, എന്തൊക്കെ പ്രോഡക്റ്റ് എൻ്റെ കോമ്പറ്റീറ്റർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അടുത്തുള്ള കുറച്ച് ദൂരെയുള്ള ഡീലർ ഡീൽ ചെയ്യുന്നു, അവിടെ ഇല്ലാത്ത പ്രോഡക്റ്റ് എനിക്കിവിടെ വിൽക്കാൻ പറ്റണം. അത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. അയാൾ വിൽക്കാത്ത പ്രോഡക്റ്റുകൾ ഏതൊക്കെ എനിക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് അന്വേഷണാത്മകമായ ഒരു മനസ്സിന് ഉടമയായിരിക്കണം ഒരു നല്ല റീറ്റെയിലർ. അത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ആ രീതിയിൽ അയാൾ ഡീൽ ചെയ്യാത്ത പുതിയ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് അത് ആഡ് ചെയ്യണം. പിന്നെ അത് എങ്ങനെ നമുക്ക് കണ്ടെത്താം, ഈ പുതിയ പ്രോഡക്റ്റുകളെ എങ്ങനെ കണ്ടെത്താം? അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻക്വയറികൾ വരും. ഈ സ്പെസിഫിക്കേഷനുള്ള പ്രോഡക്റ്റുകളുണ്ടോ എന്ന് നിങ്ങളടുത്ത് ചോദിച്ചു വരും. അത് കൃത്യമായിട്ട് ഒരു ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കണം. അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ച് ആ കസ്റ്റമറിന് തന്നെ നിങ്ങൾക്ക്, ആ സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമറിന് തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് വലിയ രീതിയിൽ നിങ്ങളുടെ ഗ്രോത്തിനെ സഹായിക്കും. അയാൾ 4 ആൾക്കാരോട് ഒരു മൗത്ത് പബ്ലിസിറ്റി തന്നെ കൊടുക്കും. ആ XYയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഐറ്റവും കിട്ടും കേട്ടോ, 100 കടകളിൽ കയറി ഇറങ്ങണ്ട, ഒരു കുട കീഴിൽ എല്ലാം കിട്ടുന്ന XY ഷോപ്പ്. അതുപോലെ നമ്മുടെ പരസ്യത്തിന് മറ്റുള്ളവർ ഡീൽ ചെയ്യാത്ത പ്രോഡക്റ്റ് നമ്മൾ കണ്ടെത്തി നമ്മുടെ റീറ്റെയിൽ ഷോപ്പിൽ അത് വയ്ക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കണം. ഒരു റീറ്റെയിലർ എന്നോട് പറഞ്ഞ ഒരു സത്യമാണ്, രാത്രി 12:30-ക്ക് 1 മണിക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ ആവശ്യം വന്നു. ഒരു കസ്റ്റമർ വിളിച്ചു, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഫിറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റ് വിളിച്ചു. അയാൾ ധൈര്യപൂർവ്വം വണ്ടി സ്റ്റാർട്ട് ചെയ്ത്, കാറ് സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ ഐറ്റം ഷോപ്പിൽ പോയി എടുത്ത് തുറന്നു കൊടുത്ത് സപ്പോർട്ട് ചെയ്തു. കസ്റ്റമറുടെ ഫീല് നമ്മൾ മനസ്സിലാക്കണം. അതിനെ എമ്പത്തറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇൻ്റർപേഴ്സണൽ സ്കില്ലിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളിപ്പോൾ അനുഭവിക്കുന്ന വലിയൊരു പ്രോബ്ലമാണ്. അയാൾക്ക് നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട്, ഇന്ന് രാത്രി ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്ത് 12:30 കഴിഞ്ഞു, ഒന്ന് എടുത്തു തരാൻ സാധിക്കുമോ? അത് ചെയ്ത് കൊടുത്തിരിക്കണം. അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നിങ്ങളുടേതെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുത്തേക്കണം. ശരി, ഞാൻ വരാം, ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു,
ഐറ്റം എത്രയാണ് ഐറ്റം വേണ്ടതെന്ന് തീരുമാനിക്കുന്നു, അത് കൊടുക്കുന്നു, അയാൾ ഹാപ്പി ആയിട്ട് പോകുന്നു. ആ കസ്റ്റമർ പിന്നീട് ഒരിക്കലും വേറൊരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പോലും തയ്യാറാവില്ല. ഇനി 2 ഐറ്റം അയാൾ അവിടെ കയറി ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ഇന്ന ഐറ്റം എനിക്ക് ആവശ്യമുണ്ട്, അത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാനാണ് എനിക്ക് ആഗ്രഹം, എനിക്ക് ചെയ്തു തരാം. അങ്ങനെ ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യണം. ഞാൻ പറയട്ടെ, എന്തുമാത്രം ബ്രാൻഡഡ് പ്രോഡക്റ്റോ ക്വാളിറ്റി പ്രോഡക്റ്റോ ഒരു റീറ്റെയിൽ ഷോപ്പിൽ വച്ചിട്ട് കാര്യമില്ല. നല്ലൊരു റിലേഷൻ ഉണ്ടാകണം. പർച്ചേസ് ചെയ്യുന്ന ആളുകളായിട്ട്, കസ്റ്റമറായിട്ട് നല്ലൊരു റിലേഷൻ, നല്ലൊരു ബന്ധം അത് ഉണ്ടെങ്കിൽ മാത്രമാണ് റീറ്റെയിൽ ബിസിനസ് കുറച്ചുകൂടി സുഗമമായിട്ട് പോയുള്ളൂ. കൂടുതൽ ബിസിനസ് വോളിയത്തിലേക്ക് അതെത്താൻ സാധിക്കുകയുള്ളൂ. ഒന്ന് ചിരിക്കുക, ഒന്ന് ഹായ് എന്ന് പറയുക, ഇരിക്കൂ എന്ന് പറയുക, ചായ കുടിക്കണമെന്ന് ചോദിക്കുക, എന്തെങ്കിലും ചെറുതായിട്ട് സംസാരിക്കുക. ഒരു ദിവസം മുഴുവൻ സംസാരിക്കുകയൊന്നും വേണ്ട. ആ രീതിയിൽ ഒരു റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത്, സുഖമല്ലേ എന്ന് ചോദിക്കുക, ആ രീതിയിൽ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഈ ബിസിനസ് കുറച്ചൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടേൺ ഓവറിലേക്ക്, ഒരു CRകളിലേക്ക് സ്റ്റെപ്പുകൾ കയറണമെങ്കിൽ ആ രീതിയിൽ ഒരു റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തവരുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്. പിന്നെ ഒരു വെല്ലുവിളിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പല കമ്പനികളും ഓൺലൈൻ മാർക്കറ്റ് സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുന്നു. ഓൺലൈനിൽ അവരുടെ പ്രോഡക്റ്റ് സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഡിസ്ട്രിബ്യൂട്ടറും റീറ്റെയിലറും ഇത് വിൽക്കാൻ വളരെ കഷ്ടപ്പെടുകയാണ്. എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും? ഒരു റീറ്റെയിലർ ആണെങ്കിലും എന്ത് കാര്യങ്ങൾക്കും വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളതാണ്. ആ നാടിൽ അറിയപ്പെടുന്നവരായിരിക്കും. എന്ത് സപ്പോർട്ടിനും എന്ത് ആക്ടിവിറ്റികൾക്കും അവർ ഒപ്പം നിൽക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കണം. ഈ ഓൺലൈൻ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഒരു 10 രൂപ കൂടുതലാണെങ്കിൽ പോലും ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസിങ് പവറിലേക്ക് കൺസ്യൂമർ വളരുക എന്നാണ് എനിക്ക് പറയാനുള്ള നിർദ്ദേശം. കാരണം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, ഒരു കംപ്ലൈൻറ്റ് വന്നു, നമ്മളത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകേണ്ടിയിരിക്കും. ആ സമയം നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഡീലറാണെങ്കിൽ, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, എന്താ ചെയ്യേണ്ടത്? അത് ഗ്യാരണ്ടിയുള്ള വേറെ കൊണ്ടുപോയിക്കോ. അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. ഈ മൊബൈലിൽ കുത്തിയുള്ള സംഭവം ചെയ്യുന്നത് നല്ലതൊക്കെ തന്നെയാണ്. എങ്കിലും റീറ്റെയിൽ ഷോപ്പിൽ പോകുമ്പോൾ അവരായിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി കൈ വീശി നടക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും, 4 ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും, ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ആ കാഴ്ചപ്പാടോടെ നോക്കുന്നവരും ഇന്നത്തെ സമൂഹത്തിലുണ്ട്. അപ്പോൾ റീറ്റെയിൽ ഷോപ്പുകാരന് ഓൺലൈൻ മാർക്കറ്റ് ചെയ്യുന്നവനേക്കാൾ എന്ത് കൊടുക്കാൻ പറ്റും? നല്ല സർവീസ് കൊടുക്കാൻ പറ്റും. നല്ല സർവീസിന് തന്നെയാണ് എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു പ്രോബ്ലം വന്നാൽ വളരെ സഡനായിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നത് ഒരു റീറ്റെയിലർക്കാണ് ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ചെറിയ അനുഭവം എനിക്ക് കിട്ടിയിരിക്കുന്നത്. എപ്പോഴായാലും ഒരു റീറ്റെയിലർ ഫോക്കസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ബ്രാൻഡഡ് പ്രോഡക്റ്റ് തന്നെ വിൽക്കണം എന്നുള്ള കാര്യത്തിലായിരിക്കില്ല. കസ്റ്റമറിന്, അല്ലെങ്കിൽ ഞാനായാലും നമ്മൾ ആരായാലും ചിന്തിക്കുന്നത് നമ്മുടെ കസ്റ്റമറിന് നല്ല പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റണം, അതിന് കംപ്ലൈൻറ്റ് വരാതിരിക്കണം. കംപ്ലൈൻറ്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കരുത്. ഒരുവിധം നല്ല ഡിസ്കൗണ്ടിൽ കസ്റ്റമറിന് സപ്ലൈ ചെയ്യാൻ പറ്റണം, അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തണം. അല്ലാതെ ബ്രാൻഡഡ് പ്രോഡക്റ്റ് തന്നെ കൊടുക്കണം എന്നുള്ള നിർബന്ധം ബുദ്ധിയൊന്നും സാധാരണ റീറ്റെയിലേഴ്സിനില്ല. ചില ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യുമ്പോൾ അവർ പറയുന്ന ആ ക്വാളിറ്റി പോളിസികൾ കീപ്പ് ചെയ്യാത്തവർ മാർക്കറ്റിൽ ഇന്ന് ഉണ്ട് എന്നാണ് പലരും പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പ്രോഡക്റ്റാണ് നല്ല സർവീസ് കൊടുക്കുന്നത്, നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല പ്രോഡക്റ്റ് ഡീൽ ചെയ്യാനാണ് ഒരു ഡീലർക്കും താല്പര്യം. അത്തരം പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനാണ് ഒരു കൺസ്യൂമറും ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഒരു റീറ്റെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹോൾ വേൾഡ് പരന്നു കിടക്കുന്ന വളരെ വലിയൊരു ശൃംഖലയാണ്. ഈ റീറ്റെയിൽ മാർക്കറ്റിൻ്റെ പുതിയ ഏരിയയിലേക്ക്, പുതിയ മേഖലയിലേക്ക് ഇനിയും നമുക്ക് കടക്കേണ്ടതുണ്ട്. ഇനിയുള്ള യാത്രകൾ റീറ്റെയിൽ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയുള്ള പുതിയ കാഴ്ചകളിലേക്കായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.